സോറി അരുൺ, താൻ കാത്തിന്ന് മുഷിഞ്ഞോ? സൈറ്റിലെ പ്ലാനിൽ ചെറിയൊരു മാറ്റം. ക്ലയൻറ്റുമായിട്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു, അതാ ലേറ്റ് ആയത്. ഇറ്റ്സ് ഓക്കെ അങ്കിൾ. അങ്കിളിൻ്റെ തിരക്ക് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ല, എന്തായാലും കാണണമെന്ന് പറഞ്ഞത്? ഞാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് അങ്കിളിന് ഗസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. മാളവികയെ 2 ദിവസമായിട്ട് കോളേജിൽ കാണുന്നില്ല. മാളവികയെ മാത്രമല്ല, അപൂർവയും. അതിനെപ്പറ്റി അങ്കിളിനോടൊന്ന് നേരിട്ട് അന്വേഷിക്കാമെന്ന് കരുതിയാ വന്നത്. എന്താ അങ്കിൾ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? സോറി, എന്നോട് ഷെയർ ചെയ്യാൻ അങ്കിളിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചോദ്യം ഇഗ്നോർ ചെയ്തേക്ക്. ഞാൻ പറഞ്ഞല്ലോ അങ്കിൾ, 1-2 ദിവസമായി മാളവിക കോളേജിൽ കാണാത്തതുകൊണ്ട് ഒരു ടെൻഷൻ. അതുകൊണ്ടാ അങ്കിളിനോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതിയത്. അരുണിനോട് അവിടെ കാര്യം ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. മാളൂന് നല്ല സുഖമില്ല, അതുകൊണ്ടാ അവള് ക്ലാസ്സിൽ വരാത്തത്. എന്തുപറ്റി അങ്കിൾ? അന്ന് അപ്പുവിനോടൊപ്പം മാളു കറങ്ങി നടക്കുന്ന വിവരം അരുൺ എന്നെ വിളിച്ചു പറഞ്ഞില്ലേ? ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അപ്പുവിനോടൊപ്പം അവളുടെ വീട്ടിലായിരുന്നു മാളു. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അവളെ തല്ലിയും വഴക്കുറയും ഒക്കെ ചെയ്തു. പോരാത്തതിന് വീട്ടിൽ കൊണ്ടുപോയി റൂമിൽ ലോക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവൾ ആകെ ഡിപ്രഷനിലാണ്. അത്രയ്ക്ക് വേണമായിരുന്നു അങ്കിൾ? ചെയ്തതൽപ്പം കടന്നുപോയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴത്തെ ദേഷ്യത്തിനും ഒന്നും എൻ്റെ കൺട്രോളിൽ നിന്നില്ല. അപ്പുവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ലെന്ന് അവളെ അറിയിക്കുക മാത്രമായിരുന്നു ഉദ്ദേശം. പക്ഷെ എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു റിയാക്ഷൻ മാളു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അതാണ് അവളെ അത്രയ്ക്ക് അപ്സെറ്റ് ആക്കിയത്. ഓട്ടെ അങ്കിൾ, 1-2 ദിവസം കഴിഞ്ഞ് മാളവിക ഓക്കെ ആയിക്കോളും. അങ്കിളും ആൻറ്റിയും മുത്തശ്ശിയൊക്കെ മാളവികയോട് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ഡീൽ ചെയ്താൽ മതിയാവും. ഞങ്ങളതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളിപ്പോൾ വല്ലാത്തൊരു വാശിയില്ല. ഞാനും അശ്വതിയൊക്കെ എത്ര ശ്രമിച്ചിട്ടും അവൾ റൂം വിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും തയ്യാറാകുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് തടവി കഴിയുന്നത് പോലെ അവളുടെ പെരുമാറ്റം. എനിക്കറിയാം, എന്നോടുള്ള വാശി തീർക്കുക അവള്. അപ്പുവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഞാൻ സമ്മതിച്ച അവളുടെ വാശിയും പിടക്കമൊക്കെ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അരുൺ, അവളുടെ ആ വാശിക്ക് മുന്നിൽ തോറ്റു കൊടുക്കണ്ടെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ആ തീരുമാനം നല്ലത് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. അങ്കിളും ആൻറ്റി ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് അവൾക്ക് ബോധ്യമായാൽ പിന്നെ മാളവികയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അല്ല, അപൂർവ എന്താ കോളേജിൽ വരാത്ത അങ്കിൾ? ഇതുവല്ലതും അറിഞ്ഞിട്ടാണോ? അതൊന്നും എനിക്ക് അറിയില്ല അരുൺ. അവരുടെ കാര്യം ഇനിയോട്ട് അറിയാനും എനിക്കോ എൻ്റെ ഫാമിലിക്കോ തീരെ താല്പര്യമില്ല. അത് തന്നെ അങ്കിൾ നല്ലത്. അല്ലെങ്കിലും ആ കുട്ടി കാരണം എത്ര പേരെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടത്. അപൂർവ കോളേജിൽ വരാത്ത 1 മാസം മാളവികയ്ക്ക് കോളേജിൽ വരാനും കൃത്യമായിട്ട് പഠിക്കാനും പറ്റിയിരുന്നു. എന്നാ കുട്ടി ക്ലാസ്സിൽ വീണ്ടും ജോയിൻ ചെയ്തോ അന്ന് മുതൽ തുടങ്ങി പിന്നെയും പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, അത് രഹസ്യമായിട്ട് വെക്കേണ്ടതിന് പകരം കോളേജിൽ എല്ലാവരുടെയും മുന്നിൽ അത് കൊട്ടി ആഘോഷിച്ച് നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാ ക്യാമ്പസിൽ ഉണ്ടായെന്നറിയോ? അത് മാത്രമല്ല അങ്കിൾ, ക്യാമ്പസിൽ അപൂർവ ഇല്ലാതിരുന്ന സമയം കൊണ്ട് മാളവിക മറ്റുള്ള സ്റ്റുഡൻസുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് വരുമായിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സ്റ്റുഡൻസിനിടയിലുള്ള മോശം ഇമേജൊക്കെ മാറി തുടങ്ങിയതാ. പക്ഷെ ആ കുട്ടി തിരിച്ചെത്തിയതോടെ എല്ലാം വീണ്ടും താറുമാറായി. മാളവിക ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അപൂർവം അതിന് സമ്മതിക്കില്ലെന്നേ. അതല്ലേ കുഴപ്പം? എന്തു വേണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അരുൺ. സത്യം പറയാലോ, ആ വീട്ടുകാരെ പേടിച്ച് എല്ലാം വിറ്റുപിറക്കി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങിയതാ. ശേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ. അങ്ങനെ അവളെ പേടിച്ച് ഇവിടെ വന്ന് മാറി താമസിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. അങ്കിൾ ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. എന്ത് വന്നാലും ഇനി അപൂർവമായി ഒരു കോണ്ടാക്റ്റിനും മാളവിക അനുവദിക്കാതിരിക്കുക. വീട്ടിലെ കാര്യം എങ്ങനെ മാനേജ് ചെയ്യാം? പക്ഷെ കോളേജിൽ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് എന്താ ഒരു ഉറപ്പ്? അതോർത്ത് അങ്കിള് ടെൻഷൻ ആവണ്ട. അപൂർവയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇനി കോളേജിൽ അധിക നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ അത്രയ്ക്ക് വെറുപ്പാവളെ. എന്തെങ്കിലും ഒരു നിസ്സാര കാരണം കിട്ടാൻ കാത്തിരിക്കുക പ്രിൻസിപ്പൽ അവൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ.